അധ്യായം 5 ബാക്കി ഭാഗമാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. സോഹം ച ത്രിഗുണക്രമ ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്ത്രൈജസദാമസൗ ഇതി ഭവാൻ ആദ്യേന സത്വാത്മനാ ദേവാനീന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്കപശ്വശിന ഭഗ്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ ഭൂമാൻ മാനസബുദ്ധിഹം കൃതിമിലത് ചിത്താഖ്യവിക്യാനുദം തച്ഛന്തകരണാം വിഭോ തവ ബലാൽ സത്വാംശ ഏവ സ്രജാൽ ജാതാസ്ത്രൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനാം നന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വൽപ്രലാദ് ശബ്ദാദ്യോമ തദസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്ധ്രുവമധോ മഹോദചരസം തോയം ച ഗന്ധം മഹിം ഏവം മാധവ പൂർവപൂർവകലനാത് ആദ്യാദ്യധർമ്മോന്നിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭവാൻ പ്രകാശാസ്തമാസാത്. ഇതിൻ്റെ അർത്ഥാട്ടം പറയാൻ പോകുന്നു. ആ അഹങ്കാരമാകട്ടെ വീണ്ടും വർദ്ധിച്ച ത്രിഗുണങ്ങളുടെ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം മുറയ്ക്ക് വൈകാരികൻ, തൈജസൻ, താമസൻ എന്നിങ്ങനെ 3 അവസ്ഥകളെ പ്രാപിച്ചു. ഇവയിൽ ആദ്യത്തെ സത്വസ്വരൂപത്താൽ ദിക്ക്, വാദം, ആർക്കൻ, വരുണൻ, അശ്വിനി ദേവകൾ, അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നീ ഇന്ദ്രിയാഭിമാനികളായ ദേവന്മാരെ സൃഷ്ടിച്ചു. അല്ലയോ സർവ്വവ്യാപിയും സർവശക്തനുമായ ഭഗവാനെ, അവിടുത്തെ പ്രേരണ മൂലം സ്വത്വാംശരൂപമായ വൈകാരിക അഹങ്കാരം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ബന്ധപ്പെട്ട ചിത്തം എന്നു പേരായ വൃത്തിയോടു ചേർന്ന് അന്ധകരണത്തെയും സൃഷ്ടിച്ചു. രാജസഹങ്കാരമായ തേജോസത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ ചേർന്ന ഗണം ഉണ്ടായി. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ പ്രേരണ മൂലം പിന്നീട് താമസ അഹങ്കാരത്താൽ നിന്നും ആകാശത്തിൻ്റെ സൂക്ഷ്മാംശമായ ശബ്ദവും സൃഷ്ടിക്കപ്പെട്ടു. അല്ലയോ സർവശക്തനായ ഗുരുവായൂരപ്പ, അങ്ങ് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും, ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും, സ്പർശത്തിൽ നിന്ന് വായുവിനെയും, വായുവിൽ നിന്ന് രൂപത്തെയും, രൂപത്തിൽ നിന്ന് തേജസ്സിനെയും, ശേഷം തേജസ്സിൽ നിന്ന് രസത്തെയും, രസത്തിൽ നിന്ന് ജലത്തെയും, ശേഷം ജലത്തിൽ നിന്ന് ഗന്ധത്തെയും, പിന്നീട് ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും സൃഷ്ടിച്ചു. ഭഗവാനായ മാധവ, ഇങ്ങനെ മുമ്പേ ഉണ്ടായവരെ കൂട്ടിച്ചേർത്ത് ആദ്യമാദ്യമുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ താമസ അഹങ്കാരത്തിൽ നിന്ന് അവിടുന്ന് തന്നെ പ്രകാശിപ്പിച്ചു. ബാക്കി ഭാഗം പിന്നീട്.